ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പുഡിങ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 2 കപ്പ് പാല് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളക്കുന്ന സമയത്ത് വേറൊരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പുഡിങ്ങിന് വേണ്ടി 1/2 കപ്പ് പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ. പഞ്ചസാര പകുതിയോളം അലിഞ്ഞാൽ മാത്രം നമുക്ക് സ്പൂണിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര മെൽറ്റായി വരുന്നുണ്ട്. നമുക്കിനി പതുക്കെ ഇതൊന്ന് ഇളക്കി മുഴുവനായി അലിയിച്ചെടുക്കാം. മുഴുവനായി അലിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കളർ മതി. ഇനി തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം തിളപ്പിച്ച പാലിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പാല് ചേർക്കുമ്പോൾ പാട നീക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. വളരെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം കാരമൽ പെട്ടെന്ന് കട്ടിയാവും, അതുകൊണ്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. മുഴുവനായി അലിഞ്ഞു വരുമ്പോൾ പാല് ഈ ഒരു കളറിലേക്ക് വരും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരമലൈസ്ഡ് മിൽക്ക് തയ്യാറായിട്ടുണ്ട്. അതിനുശേഷം ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി തയ്യാറാക്കി വെച്ച കാരമൽ മിൽക്ക് ചൂടോട് കൂടി തന്നെ കുറച്ചായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്ന സമയത്ത് തന്നെ ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ മുട്ട പെട്ടെന്ന് വെന്തു പോകും. ഇനി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഏത് ബൗളിലേക്കാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒരല്പം ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി തയ്യാറാക്കി വെച്ച മിക്സ് നമുക്ക് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറിയ കപ്പുകളിലേക്കാണ് പുഡിങ് ഒഴിച്ചു വെക്കുന്നതെങ്കിൽ ഇതുപോലെ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്യാം. ഇനി നമുക്ക് പുഡിങ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഒരു തട്ട് വെച്ച് പുഡിംഗ് ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. പുഡിംഗ് നന്നായി വെന്തിട്ടുണ്ട്. ഇതൊന്ന് ചൂട് പോയതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.